AD 345 എന്ന് പറയുമ്പോൾ മിക്കവാറും നമുക്ക് ചരിത്രാതീത കാലം എന്ന് പറയാം. കാരണം ഈ നമ്മുടെ യേശുക്രിസ്തുവിൻ്റെ കാലം ആണ് AD 1 തൊട്ട് തുടങ്ങുന്നത്. AD വരുമ്പോൾ തന്നെ ലോക ചരിത്രത്തെ രണ്ടായി മുറിച്ച ലോക വീരപുരുഷൻ, ചരിത്ര പുരുഷനാണല്ലോ യേശുക്രിസ്തു. 345 എന്ന് പറയുമ്പോൾ അന്നത്തെ കാലം ചരിത്രത്തിനതീതമായി പണ്ട് പല സുനാമികളും വെള്ളപ്പൊക്കങ്ങളും വന്നപ്പം ഇന്നത്തെ കൊടുങ്ങല്ലൂരിൽ നമ്മൾ ഉത്ഖനനം നടത്തിയാണ് അന്നത്തെ കാര്യങ്ങൾ നമ്മൾ അടുത്തറിയുന്നത്. അപ്പോൾ അന്ന് നടന്ന കാര്യങ്ങൾ ഉത്ഖനനം നടത്തി വന്നപ്പോഴാണ് AD 345 ക്നായി തൊമ്മയുടെ നേതൃത്വത്തിൽ അന്നത്തെ ഇവിടുത്തെ ചക്രവർത്തി അല്ലെ രാജാവായിരുന്ന ചേരമാൻ പെരുമാളിൻ്റെ കാലത്ത് നമ്മളിവിടെ വന്നതായിട്ടുള്ള രേഖകളൊക്കെ കൃത്യമായിട്ട് പുറത്തു വരുന്നത്. പിന്നെ പാണൻ പാട്ടുകളിൽ കൂടിയും അത് ചരിത്രകാരന്മാരെല്ലാം സാക്ഷ്യപ്പെടുത്തുന്നതാണ്. അങ്ങനെ വന്ന ആ കാലയളവിൽ ഇവിടുത്തെ ദ്രാവിഡ വംശജരായിട്ടുള്ള ആൾക്കാരുമായിട്ട് വിവാഹം കഴിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് അന്ന് വന്ന ജനതയ്ക്ക് അന്നത്തെ രാജാവായിരുന്ന ആൾ 72 പദവികൾ വരെ കൊടുത്തു. കാരണം സാധാരണ ജനതയ്ക്ക് മാറുമറയ്ക്കാൻ പോലും അവകാശമില്ലായിരുന്ന കാലഘട്ടമായിരുന്നത്. അന്ന് തലപ്പാവും ആനസവാരിയും കുതിരസവാരി അടക്കം രാജാക്കന്മാർക്ക് കിട്ടുന്ന എല്ലാ ആഡംബരങ്ങളും കൊടുത്തിരുന്ന ഒരു ജനമായിരുന്നു അന്നത്തെ നമ്മുടെ ജനതയുടെ അന്നത്തെ ഒരു തീരുമാനമായിട്ട്. അതുകൊണ്ട് തന്നെ തദ്ദേശീയരായിട്ടുള്ള ആൾക്കാരുമായിട്ട് വിവാഹ ബന്ധത്തിൽ ഏർപ്പെടേണ്ട, നമ്മൾ നമ്മുടെ ആ കുലീനത കാത്തു സൂക്ഷിക്കണം എന്നുള്ളത്. അത് കുലീനതയിൽ ഉപരി ജനങ്ങൾക്ക് തമ്മിൽ അറിയാനും ആളെ മനസ്സിലാക്കാനും ഒരു വിവാഹ ബന്ധത്തിലേക്ക് ഏർപ്പെടുമ്പോൾ ഏറ്റവും യോഗ്യനും യോജിക്കുന്നവരും അതുപോലെ തന്നെ സ്വഭാവശുദ്ധിയുള്ള ആളെ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് അന്ന് നമ്മുടെ സമുദായത്തിൽ നിന്ന് മാത്രം വിവാഹം കഴിച്ചുകൊണ്ടിരുന്നത്. അല്ലാതെ മാറി കെട്ടുന്ന ആൾക്കാർക്ക് അവരുടെ ലാഭത്തിന് വേണ്ടി, ചിലപ്പം പദവികൾക്ക് വേണ്ടി, അല്ല സമ്പത്തിന് വേണ്ടി, ഉദ്യോഗത്തിൻ്റെ പെരുമയ്ക്ക് വേണ്ടി ഒക്കെ മാറി കെട്ടുന്നവർ അവർ സ്വമേധയാ അവർ ഇവിടുത്തെ അംഗത്വം ഉപേക്ഷിച്ച് അപ്പുറം മാറി കെട്ടുകയും അവർ വടക്കുംപാകർ എന്നറിയപ്പെടുകയും ചെയ്യപ്പെടുകയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ജ്ഞാനായക്കാരുടെ അതേ കുടുംബ പേരുകൾ അവിടെയും ഇപ്പോഴും നിലനിൽക്കുന്നത്. ഇപ്പോൾ ജ്ഞാനായക്കാർ അവരുടെ തനിമ നിലനിർത്തുന്ന രീതിയിൽ വന്നപ്പോൾ അവർക്ക് കലാരൂപങ്ങളും സ്വന്തമായിട്ടുണ്ടായിരുന്നു, കല്യാണ പാരമ്പര്യങ്ങളും അതിൽ ഒത്തിരി അധികം ഇന്നും ജനങ്ങൾ മനസ്സിലേറ്റുന്ന രീതിയിലുള്ള ഏറ്റവും ക്നാനായ കല്യാണം നിങ്ങളെല്ലാം ആഗ്രഹിക്കുന്ന ഒരു കാര്യം. എത്രയോ സിനിമകളിൽ അത് വന്നു കഴിഞ്ഞു. അപ്പോൾ ക്നാനായക്കാരുടെ ഭക്ഷണ രീതികളും മറ്റുള്ളവരെ സൽക്കരിക്കാൻ അവരുടെ മനോഭാവവും എപ്പോഴും സൽക്കാരത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നതാണല്ലോ ജ്ഞാനായക്കാർ. അവരുടെ ഭക്ഷണ രീതികൾ എല്ലാവർക്കും പ്രിയങ്കരമാണെന്ന് എല്ലാവരും പറയുന്നൊരു കാര്യമാണ്. അത് ഇസ്രായേലിൽ നിന്നുള്ള രീതി തന്നെയാണ് ഇവിടെ അത് പ്രാവർത്തികമാക്കിയതും. കാരണം കുടിയേറിയ ജനതയ്ക്ക് ആ ഓർമ്മകൾ എപ്പോഴും ഉണ്ടല്ലോ. അതായത് ഇന്നത്തെ കാലത്ത് പറയും 4 കോഴ്സ് ഡിന്നർ എന്ന്. അത് ശരിക്കും പ്രാവർത്തികമായ ആയിട്ട് നടത്തിക്കൊണ്ട് വന്ന ഒരു ജനതയായിരുന്നു ജ്ഞാനായക്കാർ. ആ കൂടെ ജനങ്ങളുടെ കൂടെ എല്ലാത്തിനും സഹകരിച്ച് ജീവിക്കുന്ന, അതായത് ഈ പറഞ്ഞ സൈനിക സേവനത്തിലാണെങ്കിലും പോലീസ് വിഭാഗത്തിലോ അല്ലെ റവന്യൂ വിഭാഗത്തിലോ ഒക്കെ ആയിട്ടും ജനങ്ങളുടെ പ്രതിനിധിയായിട്ട് മത്സരിച്ച് ജയിച്ച് രാഷ്ട്രീയത്തിലും പ്രശോഭിച്ച് ശരിക്കും ബഹുമാനപ്പെട്ട നമ്മുടെ ജോസഫ് ചാഴികാടൻ സാറിൻ്റെ കാലഘട്ടം തൊട്ടേ നിയമസഭയിലും വളരെ നല്ല രീതിയിൽ പ്രശോഭിച്ച് നിൽക്കുന്ന ആൾക്കാർ. പിന്നെ ഇന്ത്യൻ പാർലമെന്റിൽ 541 അംഗങ്ങളുണ്ടെങ്കിൽ അതിലൊരാൾ ജ്ഞാനായക്കാരനായിട്ട് തന്നെ ഉണ്ടായിരുന്ന കാലഘട്ടം പോലും നമുക്കുണ്ടായിരുന്നു. അങ്ങനെയുള്ള ആ നല്ല ജനതയെ തുടച്ചു നീക്കാനും അവരുടെ അസ്തിത്വം ഇല്ലാതാക്കാനുമാണല്ലോ മൂലക്കാട് ബിഷപ്പ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഒരിക്കലും പാടില്ല എന്ന് ഈ സൂസപ്പാക്യം ബിഷപ്പ് വരെ നമ്മുടെ അന്നത്തെ 100ാം വാർഷികത്തിൽ പറയുകയുണ്ടായല്ലോ ഈ രൂപതാ സ്ഥാപനത്തിന്. അപ്പം കാരണം അതൊന്നും ശരിയായ രീതിയല്ല. ജ്ഞാനായക്കാരുടെ നിലനിൽപ്പ് ആദ്യം അത്ര ശരിയല്ല എന്ന് എനിക്ക് തോന്നിയിരുന്നെങ്കിലും പിന്നീടുള്ള ചിന്താഗതിയിലെ
ലോകത്തിലെ നിറങ്ങളെല്ലാം റോസ് നിറമായി മുഴുവൻ റോസാപുഷ്പങ്ങളാണെങ്കിൽ കാണാൻ എത്രയോ മോശമായിരുന്നു. അതേസമയം ലോകത്തിലെ പച്ചയും വെളുപ്പും ചുമപ്പും എല്ലാം കൂടുന്നതാണല്ലോ ആരോഗ്യകരമായ ഒരു അന്തരീക്ഷം എന്ന് സൂസൗക്യപ്പാക്യം ബിഷപ്പ് പറയുകയുണ്ടായി അന്നത്തെ പ്രസംഗത്തിൽ. അങ്ങനെ ഈ നാനാജാതി മതസ്ഥരെ സ്നേഹസൗഹാർദ്ദ രീതികളിൽ ഇന്ത്യയുടെ പാരമ്പര്യം വിളിച്ചോതിക്കൊണ്ട് ജീവിക്കുന്നതാണല്ലോ നല്ലത്. അങ്ങനെ ഒരു ജ്ഞാനായക്കാരനും നിലനിൽക്കുന്നത് മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരു നല്ല ചൂണ്ടുപലകയായിട്ട് നിൽക്കേണ്ടതാണല്ലോ. അവർക്ക് ഉയരാനും അവർക്ക് നല്ല രീതിയിൽ ഇപ്പം ഞങ്ങളുടെ കലാരൂപങ്ങളായ മാർഗംകളി പോലത്തെ നല്ല കാര്യങ്ങളും ഞങ്ങളുടെ കല്യാണപ്പാട്ടുകളും ഞങ്ങളുടെ ബെറുമറിയവും എല്ലാം ജനങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന കലാരൂപങ്ങളാണല്ലോ. അപ്പം അതിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി മൂലക്കാട്ട് ബിഷപ്പ് ചെയ്ത ആ ഒരു കുൽസിത ശ്രമം അത് കോടതി വഴി ഇല്ലാതാക്കുക. എവിടെയും ലാസ്റ്റ് അദ്ദേഹത്തിന് പറയാമല്ലോ, എൻ്റെ മക്കളെ ഞാൻ കോടതിയിൽ അങ്ങേ അറ്റം വരെ ശ്രമിച്ചു നോക്കി, പക്ഷേ നിങ്ങൾ കോടതിയിൽ നിർഭാഗ്യവശാൽ വിധി എതിരായി എന്ന് പറയുന്ന രീതിയിൽ അയാൾ നമ്മളെ നശിപ്പിക്കുകയാണല്ലോ ചെയ്തത്. എത്ര വളരെ കുറുക്കന്റെ ബുദ്ധിയോടുകൂടിയാണ് ആ മനുഷ്യൻ പ്രവർത്തിച്ചത് എന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യമാണ്. ഏതായാലും ഞങ്ങളിപ്പം മലബാറിന്റെ ഭാഗത്ത് നിന്ന് ഈ കാര്യങ്ങൾ പറയുമ്പോൾ കോട്ടയം ഭാഗത്തു നിന്ന് ജനങ്ങളുടെ പ്രതികരണങ്ങൾ എന്താണ് ഉണ്ടായിരിക്കുന്നത് എന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട ജോബി സാറ് ഒന്ന് പറയുന്നത് ഉചിതമായിരിക്കും ഈ അവസരത്തിൽ. അദ്ദേഹത്തിന് ഞാൻ മൈക്ക് കൈമാറുകയാണ്. എൻ്റെ സ്നേഹിതര് ഇവിടെ സൂചിപ്പിച്ചതുപോലെ AD 345 കനായി തോമായുടെ നേതൃത്വത്തിൽ 72 കുടുംബങ്ങളായിട്ട് കൊടുങ്ങല്ലൂരിൽ വന്നിറങ്ങിയ ക്നാനായ സമുദായം അന്നു മുതൽ ഇന്നുവരെ സ്വവംശ വിവാഹ നിഷ്ഠ അനുസരിച്ചിട്ടാണ് തുടർന്നു വരുന്നത്. വ്യത്യസ്തങ്ങളായ കാരണങ്ങളാൽ കൊടുങ്ങല്ലൂരിൽ നിന്നും കോട്ടയം, ഇടുക്കി, മറ്റ് സമീപ പ്രദേശങ്ങളിലേക്ക് കുടിയേറിയ ക്നാനായ സമുദായം ഇന്നും അഭംഗുരം നിലനിൽക്കുന്നത് സ്വവംശ വിവാഹ നിഷ്ഠ പാലിക്കുന്നതിൽ കൂടെയാണ്. നമുക്കറിയാം, സഭാപരമായ ചില അഭിപ്രായ വ്യത്യാസത്തെ തുടർന്നാണ് കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായ മാർപ്പാപ്പ കോട്ടയം വികാരിയത്ത് വ്യത്യസ്തമായിട്ട് രൂപീകരിക്കുവാനും തെക്കും ഭാഗർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കോട്ടയം ക്നാനായ സമുദായത്തിന് വേണ്ടി മാത്രം ഒരു വികാരിയത്ത് അനുവദിച്ച് കിട്ടുന്നതും. ആ ഓർഡറിൽ ബ്യൂറോയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഈ വികാരിയത്ത് ക്നാനായ സമുദായങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ തെക്കും ഭാഗർക്ക് വേണ്ടി മാത്രമുള്ളതാണ്. മറ്റ് സീറോ മലബാർ സഭാംഗങ്ങളുമായിട്ട് തെക്കും ഭാഗർക്കുള്ള ഏക വ്യത്യാസം എന്ന് പറയുന്നത് സ്വയം വംശ വിവാഹ നിഷ്ഠ എന്നുള്ളതാണ്. അതാണ് ക്നാനായ സമുദായത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഭാരതത്തിലേക്ക് വരുമ്പോൾ ക്നാനായ സമുദായങ്ങൾക്ക് നൽകിയ ആ ഒരു വലിയ ഉപദേശം, ഹിന്ദുവിൽ പോയാലും മക്കളെ നിങ്ങൾ ഈ ബന്ധങ്ങൾ വേർപെടാതെ ഓർക്കണം എപ്പോഴും എന്ന് പറഞ്ഞ ആ ഉപദേശത്തെ സ്വയം ജീവിതത്തിൽ പ്രാവർത്തികമാക്കി തുടർന്നുകൊണ്ട് പോരുന്ന ഒരു സമുദായമാണ് ക്നാനായ സമുദായം. തീർച്ചയായിട്ടും തുടർന്നു വന്ന പല മെത്രാന്മാരും ഈ സമുദായത്തെ അതേപോലെ തന്നെ കണ്ണിലെ കൃഷ്ണമണി പോലെ മുൻപോട്ട് നയിക്കുകയും പരിപാലിക്കുകയും ചെയ്തു. എങ്കിൽ നിർഭാഗ്യമെന്ന് പറയട്ടെ, മാർ മാത്യു മൂലക്കാട്ട് മെത്രാൻ കോട്ടയം രൂപതയുടെ സഹായ മെത്രാനായി വരുന്നത് അതിന്റെ പശ്ചാത്തലം കൂടി നാം മനസ്സിലാക്കണം. മാർ വർക്കി വിധേയത്തിൽ സീറോ മലബാറിന്റെ കേരളത്തിലെ അധ്യക്ഷനായിരിക്കുന്ന സമയത്ത് മാർ കുന്നശ്ശേരി പിതാവുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് ഇറ്റലിയിലേക്ക് ഉപരിപഠനാർത്ഥം ചേക്കേറിയ മാർ മാത്യു മൂലക്കാട് എന്ന വൈദികൻ മാർ വർക്കി വിധേയത്തിന്റെയും അദ്ദേഹത്തിന്റെ സഹോദരി കന്യാസ്ത്രീ ഇറ്റലിയിൽ സേവനം വെച്ചിരുന്ന ആ കന്യാസ്ത്രീയുടെയും സ്വാധീനം മൂലം കോട്ടയം രൂപതയെ സ്വയം വംശ വിവാഹ നിഷ്ഠ പുലർത്തി പോരുന്ന ഒരു സമുദായമായി നിലനിർത്തില്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് ഒരു സമുദായ സഹമെത്രനായി ഇവിടേക്ക് വരുന്നത്. നിർഭാഗ്യമെന്ന് പറയട്ടെ,
മാർക്ക് വിദ്യാലയത്തിന്റെ കാലഘട്ടത്തിൽ ഇറ്റലിയിൽ ജോലി ചെയ്തിരുന്ന അദ്ദേഹത്തിന്റെ സഹോദരിയുടെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് കുന്നശ്ശേരി പിതാവിനുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് ഇറ്റലിയിലേക്ക് ഉപരിപഠനാർത്ഥം ചേക്കേറിയ മാർ മാത്യു മൂലക്കാട്ട് കോട്ടയം രൂപതയുടെ സഹായമഥനായി തിരിച്ചു വരുന്നത് ഈ ജ്ഞാനായ സമുദായത്തെ ഇല്ലായ്മ ചെയ്യാം എന്ന ഉറപ്പിന്മേലാണ്. സമയത്തിന്റെ പരിമിതി മൂലം തുടർന്നുള്ള ഭാഗങ്ങൾ അടുത്ത എപ്പിസോഡിൽ സംസാരിക്കുന്നതാണ്.